ശ്രീ രാഹുൽ ഈശ്വർ 10 മിനിറ്റിലെ പ്രശ്നപരിഹാരം എന്തായാലും നടക്കില്ല. അതിന് വി.ഡി. സതീശൻ പറയുന്ന ഈ കാരണങ്ങൾ ഞങ്ങളെ ചെയ്തിട്ടുള്ളൂ. കോൺഗ്രസ്സുകാർ എന്ത് തേങ്ങ ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോഴും മുൻപത്തെ ജനങ്ങൾ അങ്ങനെ തന്നെ കഴിയുകയാണ്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഈ 10 മിനിറ്റിലെ പ്രശ്നപരിഹാരം അത് അവകാശവാദം മാത്രമാണല്ലോ അല്ലേ? ഇപ്പോൾ അതിന് പറയുന്ന കാര്യം, അത് നടക്കാതെ വന്നതിന് പറയുന്ന കാര്യം ഈ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ്. സാങ്കേതികമായ പ്രശ്നം മാത്രമാണല്ലോ ഇത് പരിഹരിക്കാൻ പറ്റില്ല എന്ന് തന്നെയല്ല ഇപ്പോഴത്തെ അവസ്ഥ ശ്രീ രാഹുൽ ഈശ്വർ, ഈ സർക്കാരിനെ കൊണ്ട് ഇപ്പോൾ? ശ്രീ മഞ്ജുഷ്, ആദ്യം തന്നെ പറയട്ടെ, ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള, ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് മുനമ്പം. അതിൻ്റെ പശ്ചാത്തലവും നമുക്കറിയാം. ഒരു വശത്ത് നമ്മുടെ മുസ്ലിം സഹോദരന്മാരാണ്, മറുവശത്ത് മേജർലി നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്, കുറച്ച് ഹിന്ദു കുടുംബങ്ങളും ഇവിടെയുണ്ട്. എന്നാലും ബഹുഭൂരിപക്ഷം നമ്മുടെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ അടക്കം വരുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് അവിടെ കൂടുതൽ. അപ്പോൾ സാമുദായികമായ വിള്ളൽ ഉണ്ടാക്കാതെ, ആരുടെയും മനസ്സിനെ മുറിപ്പെടുത്താതെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക ശ്രമകരമായൊരു ജോലിയാണ്. നമ്മൾ ഹിന്ദുക്കളും പൊതുസമൂഹവും എല്ലാം നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾക്കോട് അങ്ങനെ ഒരു റീകൺസീലിയേഷൻ അല്ലെങ്കിൽ അങ്ങനെ സമവായം കണ്ടെത്തുന്ന ഒരു വഴിയിലേക്ക് എത്തണം. രണ്ട്, ശ്രീ മഞ്ജുഷിനെ എടുത്ത് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അത്രയും സെൻസിറ്റീവായ ഒരു വിഷു വളരെ കൈയടക്കത്തോടുകൂടി, ആരെയും ബ്ലെയിം ചെയ്യാതെ, എന്നാൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സ്വരത്തിൽ അങ്ങ് അവതരിപ്പിച്ചത് അഭിനന്ദനാർഹമാണ്. ഒരു മലയാളി എന്ന രീതിയിൽ ബഹുസ്വരതയിലും മതസൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്ന ഒരു ഭാരതീയൻ, ഇന്ത്യക്കാരൻ നിലയിൽ ഇത് വളരെ സന്തോഷം നൽകുന്നുണ്ട്. നമുക്കറിയാം ഇതിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതായത് രണ്ട് ഭാഗത്തിൻ്റെയും, നേരത്തെ എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്ന സാറ് വളരെ മനോഹരമായി തന്നെ, നമ്മുടെ മുമ്പത്തെ അണ്ടർ സെക്രട്ടറി മനോഹരമായി തന്നെ അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ പറഞ്ഞു. ഞാൻ അതിൻ്റെ വൈകാരികപരമായ 1-2 തലങ്ങൾ കൂടി സൂചിപ്പിക്കാം. ശ്രീ സ്റ്റാലിൻ ദേവൻ സാറാണ് അതിൻ്റെ നിയമപരമായ ആസ്പെക്ട്സ് പറഞ്ഞത്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ പ്രശ്നം, അവർക്കറിയാം ഇത് ഫറൂഖ് കോളേജ് സെല്ല് ചെയ്ത ലാൻഡാണ്, അഥവാ വിറ്റ ലാൻഡാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ സൂചി കയറ്റാൻ സ്ഥലം കൊടുത്താൽ ചില ആൾക്കാർ തൂമ്പ കയറ്റുമോ എന്ന് പേടി നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കുണ്ട്. അതായത് ഒരിക്കൽ വഖഫ് ആണെങ്കിൽ വൺസ് വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന തത്വം അത് ഡയല്യൂട്ട് ചെയ്യുമെന്നും അവരുടെ ബാക്കിയുള്ള ക്ലെയിമുകളെ അടക്കം ഇത് ബാധിക്കുമെന്നും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഭയക്കുന്നു. ശരിക്കും ഈ 404 ഏക്കറിനെ കൊണ്ടുള്ള പ്രശ്നമല്ല, ലാർജർ ഒരു ലീഗൽ പോയിന്റോ ലാർജർ അത് നമ്മൾ തുറന്നു പറയുകയാണെങ്കിൽ മറ്റ് വഖഫ് ഭൂമികളിലും ഈ പ്രശ്നം വരും. വഖഫ് ഭൂമികൾ വഖഫ് അല്ലാതായി മാറും. ഇതാണല്ലോ പേടി, അല്ലേ? അല്ല, ഈ പേടി നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ സത്യസന്ധമായി തുറന്നു പറയാൻ തയ്യാറാകണം. അതായത് അവർ വിശ്വസിക്കുന്നതോ പേടിക്കുന്നതോ ഇവിടെ 1 ഇഞ്ചെങ്കിലും ഏതെങ്കിലും രീതിയിൽ സൂചി കയറ്റാൻ സ്ഥലം കൊടുത്താൽ തൂമ്പ കയറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പേടിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് നമ്മുടെ വഖഫ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചെടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. അങ്ങനെയല്ല, മാറിയിരിക്കുകയാണല്ലോ. വഖഫ് ഭേദഗതി നിയമം വന്നതോടുകൂടി വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റേ മാറി, ആ വ്യവസ്ഥ മാറി. അവിടെയാണ് അപ്പോൾ ഇവർ വിശ്വസിക്കുന്നത്, അതായത് നമ്മുടെ ഞാനൊരു നിഷ്പക്ഷ ഭൂമികയിൽ നിന്ന് പറയാണ്, മുസ്ലിം സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് അവരുടെ പ്രോപ്പർട്ടീസ് ലാർജ് സ്കെയിലായിട്ട് മാറുകയും പലപ്പോഴും അമ്പലം പള്ളി തർക്കമൊക്കെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഭോജ്ശാല ടെമ്പിളിൻ്റെ അടക്കം വിഷയങ്ങൾ വന്നു. പലപ്പോഴും തങ്ങളുടെ സ്വത്തുക്കളും സ്ഥലങ്ങളും അന്യാധീനപ്പെടും. അതുകൊണ്ട് വഖഫ് ആക്ട് പരമാവധി സ്ട്രോങ് ആയി നിൽക്കണം. കോൺഗ്രസ്സുകാർ മുസ്ലിം അരക്ഷിത ബോധം കൂടി മനസ്സിലാക്കിയാണ് ഈ വഖഫ് ആക്ട് 90കളുടെ മധ്യത്തിൽ കൊണ്ടുവരുന്നത്. 90കളുടെ തുടക്കത്തിൽ നമുക്കറിയാം രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം അടക്കം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്നാണ് കോൺഗ്രസ് നരസിംഹറാവു ഗവൺമെന്റ് ആണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് കൊണ്ടുവരുന്നത്. അതായത് ഈ പ്രത്യേക വിശ്വാസ സ്ഥലങ്ങളെ സംരക്ഷിക്കാൻ. അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. ഇനി നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ പ്രശ്നം എന്താ? അവരെ അവിടെ നിന്ന് ആരും ഒഴിപ്പിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർക്ക് റവന്യൂ അവകാശങ്ങളില്ലാത്ത, അവർക്ക് ഇത് വെച്ച് ക്രയവിക്രയം നടത്താൻ കഴിയാത്ത, അവരുടെ കുട്ടിക്ക് കല്യാണം നടത്തണമെങ്കിൽ ലോൺ എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഭൂമിയെ കൊണ്ട് എന്തെങ്കിലും അവർക്ക് താമസിക്കുന്നതിനപ്പുറം ഗുണങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിനുമുണ്ട്. അതാണല്ലോ യഥാർത്ഥത്തിലുള്ള ആശങ്ക. കാരണം അവർ ഭൂമി വില കൊടുത്ത് വാങ്ങിയതാണ്, അവിടെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിലുള്ള ആശങ്ക. വെറുതെ താമസിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ഉടൻ പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞതും വെറുതെ തട്ടിപ്പായിരുന്നില്ലേ ശ്രീ രാഹുൽ ഈശ്വർ? നടക്കാത്ത ഒരു കാര്യം അല്ല. ഈ വിഷയത്തിലെ ആരും ഇതിലെല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. കോൺഗ്രസും CPM-ഉം BJP-യും അടക്കം അവരാൽ കഴിയുന്ന രീതിയിൽ സോൾവ് ചെയ്യാൻ നോക്കുന്നതാണെങ്കിൽ എല്ലാവരെയും അഭിനന്ദിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ സൊല്യൂഷൻ ക്രിസ്ത്യൻ മുസ്ലിം സമുദായ സംഘടനകൾ അവരുടെ മുതിർന്നവരും കോടതിയുടെയും കൂടി അനുവാദത്തോടു കൂടി വിഭാഗീയതയും വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാതെ ഒരു കൺസെൻസസിലേക്ക് കൊണ്ടുവരികയാണ്. ഏതെങ്കിലും രീതിയിൽ ഇതൊരു ഫൈനാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. തൽക്കാലം ഇത് സബ്ജുഡീസ് ആണ്, ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയിലുണ്ട്.
കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു സമവായ ശ്രമങ്ങൾ വരിക. അപ്പോൾ ഉദാഹരണം ഫറൂഖ് കോളേജ് എന്തായാലും ഇവർക്ക് വിറ്റ ഭൂമിയാണല്ലോ. അപ്പോൾ ഫറൂഖ് കോളേജ് അതിന്റെ ലാഭം അല്ലെങ്കിൽ അതിന്റെ ഒരു കൺസിഡറേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ സങ്കീർണമായി കിടക്കുന്ന ഒരു വിഷയമാണ്. അത് 10 മിനിറ്റ് കൊണ്ടൊന്നും സോൾവ് ആയാലും നമുക്കറിയാം. പക്ഷേ ഇത് നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വർഗീയതയും വിഭാഗീയതയും വിദ്വേഷവും പ്രസരിപ്പിക്കാതെ ഇവരുടെ ഇടയിൽ സമവായത്തോടു കൂടി അത് എന്താ പറയുക പരിഹരിച്ച് തീർക്കണം. ഇപ്പം ടോണി ചെമ്മണിയാണെന്ന് തോന്നുന്നു ആ ഭാഗത്തിന്റെ അടക്കമുള്ള MLA, അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം അടക്കമുള്ളവർ ഇടപെട്ട് എല്ലാ പാർട്ടിയും, ഇപ്പോൾ ഷോൺ ജോർജ് ഒക്കെ വളരെ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തൊരു വ്യക്തിയാണ്. ശ്രീ ഷോൺ ജോർജ് ഉണ്ട്, ശ്രീ ടോണി ചെമ്മണി ഉണ്ട്, സമാനമായി CPM-ലെ ആൾക്കാർ കാണും. അപ്പോൾ നമ്മൾ ഇനി ഒരു വരി കൂടെ പറഞ്ഞു തരാം. നമുക്ക് എല്ലാവർക്കും മുൻപത്തെ ജനതയോടാണ് കൂടുതൽ താല്പര്യം. മുൻപത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂടാണ് കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും. കാര്യം അവരുടെ സെന്റിമെന്റ്സ് നമുക്ക് മനസ്സിലാകും. അതേപോലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ നിയമപരമായ ആശങ്കകളും കൂടി നമ്മൾ മനസ്സിലാക്കി ഒരു സമവായത്തിൽ എത്താതെ ഒരിക്കലും തീരില്ല. അല്ലെങ്കിൽ കാലാകാലം ലിറ്റിഗേഷനിലേക്ക് പോകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.